ഹ്രസ്വമായ സമയപരിധികൾ നിശ്ചയിക്കപ്പെട്ട ഈ ലോകത്ത് പവിത്രമായ സമയങ്ങളും വിശുദ്ധമായ നേരങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്. വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ആ ദിവസങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തുക എന്നത് നാം ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അള്ളാഹു ആദരിച്ച ദിവസങ്ങളെയും അള്ളാഹു ആദരിച്ച സമയങ്ങളെയും നേരങ്ങളെയുമൊക്കെ ആദരിക്കുകയും അതിനനുസരിച്ച് നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നത് ഖൽബിൽ ഈമാനുള്ളവരുടെ ലക്ഷണമാണ്. വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ അറഫയടങ്ങുന്ന 9 ദിവസം നോമ്പനുഷ്ഠിക്കൽ ശക്തിമത്തായ സുന്നത്തുള്ള ദിവസമാണ്. 1 മുതൽ 9 വരെ നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അറഫയുടെ ദിവസത്തെ നോമ്പ് നാം ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി നോൽക്കേണ്ടതുണ്ട്. ഈ നോമ്പിന് ധാരാളം പ്രത്യേകതകൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പാപങ്ങൾ പലപ്പോഴും സംഭവിച്ചു പോയേക്കാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അസുലഭ നിമിഷങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആഖിറ ലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അറഫ ദിവസത്തെ നോമ്പിന് 2 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ 1 വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന 1 വർഷത്തെ പാപങ്ങളും പൊറുപ്പിക്കാൻ ശേഷിയുള്ള നോമ്പാണ് അറഫ നോമ്പ് എന്നുള്ളത്. മഹാന്മാർ ഇതിൻ്റെ വിവരണത്തിൽ പറയുന്നത് കാണാം, വരാനിരിക്കുന്ന 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കുക എന്നത് അവന് 1 വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടാൻ ഒരു കാരണമാണ്, അതിലേക്കുള്ള ശുഭ ലക്ഷണമാണ് എന്ന് മഹാന്മാർ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നോമ്പിന് പ്രതിഫലം തരുന്നവൻ അള്ളാഹുവാണ്. മറ്റ് അമലുകളൊക്കെ ബാഹ്യമായി നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നോമ്പ് ഒരാൾക്കും കാണാൻ കഴിയാത്ത, നോമ്പ് നോൽക്കുന്നവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന ഒരു അമലാണല്ലോ. അറഫ നോമ്പിന് അള്ളാഹു തആല കണക്കാക്കിയിരിക്കുന്നത് 1000 നോമ്പിൻ്റെ മഹത്വമാണ്. അതുപോലെ തന്നെ ദുആഇന് ഇജാബത്തുള്ള, ദുആഇന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു രാപ്പകൽ കൂടിയാണ് അറഫയുടെ ദിവസം. ലക്ഷോപലക്ഷം ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹാജിമാരിലേക്ക് കരുണകൾ ചൊരിയുന്ന സമയത്ത് മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് 2 കരങ്ങളും നീട്ടി അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. നാം പലപ്പോഴും അശ്രദ്ധമായി കളയുന്ന ഒന്നാണ് അറഫയുടെ പകൽ. ഏറ്റവും മഹത്വമുള്ള പകലിൻ്റെ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണിയതാണ്. ഈ അറഫയുടെ പകലിനെ പരമാവധി നാം ഓരോരുത്തരും ദിക്റിലും ഖുർആനോത്തിലും നന്മകളിലും സദഖകളിലുമായി നാം നമ്മുടെ സമയത്തെ ചിലവഴിക്കണം. അതോടൊപ്പം തന്നെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ, നാവുകൊണ്ട് അപരനെക്കുറിച്ച് അവനിഷ്ടമില്ലാത്തത് സംസാരിക്കാതിരിക്കാൻ, ഹറാമുകളായ നോട്ടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അങ്ങനെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയേക്കാവുന്ന മുഴുവൻ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ജാഗ്രത നാം പാലിക്കുകയും ചെയ്യണം. അറഫ ദിവസം തൗബ സ്വീകരിച്ച അനവധി ആളുകളുടെ സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച നമുക്കോരോരുത്തർക്കും ഇത്തരം ദിവസങ്ങളും ഇത്തരം സമയങ്ങളും പ്രതീക്ഷയാണ്. നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാൻ സജലങ്ങളായ കണ്ണുകളോടുകൂടി അള്ളാഹുവിലേക്ക് 2 കരങ്ങളും നീട്ടി പ്രതീക്ഷയോടെ നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ ഉതകുന്ന നല്ലൊരു ദിവസമാണ് അറഫയുടെ പകലും അതിൻ്റെ രാത്രിയും. അതിനെ പരമാവധി നാം ഉപയോഗപ്പെടുത്തണം. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നത് അന്നേ ദിവസം വളരെ മഹത്വമുള്ളതാണ്. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും അതിനുശേഷം അള്ളാഹുവിലേക്ക് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്താൽ അവൻ്റെ ആവശ്യം നിർവഹിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിക്കാത്തവർക്കാണ് അറഫ ദിനത്തിൽ, അതായത് ദുൽഹിജ്ജ 9-ന് നോമ്പനുഷ്ഠിക്കൽ ശക്തിമത്തായ സുന്നത്തുള്ളത്. കഴിഞ്ഞുപോയ 1 വർഷത്തെയും വരാനിരിക്കുന്ന 1 വർഷത്തെയും ചെറുദോഷങ്ങൾ പൊറുപ്പിക്കും എന്നത് തന്നെയാണ് അറഫ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുസ്ലിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞ 1 വർഷത്തെയും വരാനിരിക്കുന്ന 1 വർഷത്തെയും ചെറുദോഷങ്ങൾ പൊറുപ്പിക്കും എന്നത്. റമദാനിലെ അവസാന 10 ദിവസങ്ങളെക്കാളേറെ പവിത്രത ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കുണ്ടെന്ന് സൂചന നൽകുന്ന സഹീഹായ ഹദീസുകൾ വന്നതായി കാണാം. ഇത്തരം പവിത്രമായ സമയങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ആഖിറ ലോകം നമുക്ക് മനോഹരമാക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹുമായി സാമീപ്യം കരസ്ഥമാക്കി ആഖിറം വിജയിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.